ഹലോ ഫ്രണ്ട്സ്, റിയാക്ട് ട്യൂട്ടോറിയൽ പാർട്ട് 6ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 തൊട്ട് 5 വരെ കണ്ട ശേഷം മാത്രമേ പാർട്ട് 6ലോട്ട് കിടക്കാവൂ. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് യൂസ് ഇഫക്റ്റ് ഹുക്കിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്. അതിൻ്റെ എല്ലാ യൂസേജും നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് യൂസ് ഇഫക്റ്റ് ഹുക്കിനെ പരിചയപ്പെടാം. നമുക്ക് അതിനായിട്ടൊരു പുതിയ ഫയൽ SRC ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇഫക്റ്റ് ഹുക്ക് .js എന്നൊരു പേര് കൊടുക്കാം. ഒരു empty ഫയലാണ്. ഇതിനകത്ത് നമുക്ക് RAFC കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് കമ്പോണൻറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഇവിടെ ഒരു ഹലോ എന്ന് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്കത് app.js ഇൻക്ലൂഡ് ചെയ്യാം. സോ നമുക്ക് പഴയ ഇമ്പോർട്ടൊക്കെ റിമൂവ് ചെയ്യാം. ഇവിടെ നമ്മളത് ഇഫക്റ്റ് ഹുക്ക് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് ഇനി അത് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഹലോ അവിടെ വന്നിട്ടുണ്ട്. യൂസ് എഫക്റ്റ് ഹുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പെർഫോം സൈഡ് ഇഫക്റ്റ് ഇൻ കമ്പോണൻറ്റിലെ സൈഡ് ഇഫക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂസ് എഫക്റ്റ് ഹുക്ക് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യാം ഒരു API നിന്ന്. അതുപോലെ തന്നെ നമുക്ക് ഡോമിനെ ഡയറക്റ്റ്ലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടൈമറൊക്കെ റൺ ചെയ്യാം. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ഇഫക്റ്റിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 2 പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യും. ഒന്നൊരു ഫംഗ്ഷനും ഒന്ന് ഡിപ്പെൻഡൻസി അറേയും. ഇനി യൂസ് ഇഫക്റ്റ് ഹുക്കിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ ഓരോ റീറണ്ടറിനും യൂസ് ഇഫക്റ്റ് ഹുക്ക് കോൾ ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമെന്ന് വിചാരിക്കുക. സ്റ്റേറ്റിന് ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴും ഇത് കോൾ ചെയ്യപ്പെടും. നമുക്ക് അങ്ങനത്തെ ഉള്ളൊരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് ആദ്യം ഇതൊന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കോൺസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഇവിടെ കൗണ്ടർ എന്ന് പറയുക. അതിന് അപ്ഡേറ്റഡ് ഫംഗ്ഷൻ സെറ്റ് കൗണ്ടർ, അത് രണ്ടും കൊടുക്കുക. ഈക്വൽസ് യൂസ് സ്റ്റേറ്റ് മെത്തേഡ് കോൾ ചെയ്യുക. ഇനീഷ്യൽ വാല്യൂ നമുക്ക് 0 എന്ന് കൊടുക്കാം. സോ നമ്മുടെ യൂസ് സ്റ്റേറ്റ് കൗണ്ടർ ക്രിയേറ്റായി. നമുക്കത് ഇവിടെ ഡിവിനകത്തൊന്ന് പ്രിൻറ്റ് ചെയ്യാം. നമുക്ക് ആ ഡിവ് ഒന്ന് മാറ്റാം. ഡിവ് മാറ്റിയിട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആഡ് ചെയ്യാം. ഫ്രാഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. എക്സ്ട്രാ ഒരു ഡിവ് എലമെൻറ്റ് നമുക്ക് ഡോമിലോട്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ഒരു H3യിൽ നമ്മൾ കർലി ബ്രാക്കറ്റിനകത്ത് കൗണ്ടർ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് യൂസ് ഇഫക്റ്റ് ഹുക്ക് എന്ന് വയ്ക്കാം. ഇവിടെ അതിന് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇടുക. ഫംഗ്ഷനാണ് അടുത്തത് കോൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ആരോ ഫംഗ്ഷൻ പറയുന്നു. ആരോ കൊടുത്ത് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് 2 പാരാമീറ്ററാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഈ ഫംഗ്ഷന്, 2 ഡിപ്പെൻഡൻസി അറേ ആണ്. ഡിപ്പെൻഡൻസി അറേ നമുക്ക് പിന്നീട് തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ ഫംഗ്ഷൻ മാത്രം യൂസ് ഇഫക്റ്റ് ഹുക്കിലെ ഫംഗ്ഷൻ മാത്രം യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു സെറ്റ് ടൈമറാണ് കോഡ് ചെയ്യുന്നത്. സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ് ആ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനാണ് കോഡ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ 1 സെക്കൻഡിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 1000 എന്ന് കൊടുക്കും. 2 സെക്കൻഡിലാണെങ്കിൽ 2000 കൊടുക്കും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെറ്റ് കൗണ്ടർ എന്നുള്ള ആ അപ്ഡേറ്റർ മെത്തേഡ് കോൾ ചെയ്ത് കൗണ്ട് ചേഞ്ച് ചെയ്യുന്നു. അതാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കവിടെ എത്ര ഇൻ്റർവെല്ലിലൂടെ കൊടുക്കാം. ഇവിടെ 1000 കൊടുക്കുന്നു. അതായത് ഓരോ സെക്കൻഡിലും ഇത് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി കൊടുത്തിരിക്കുന്നു. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം ബ്രൗസറിൽ. നിങ്ങൾക്കറിയാം, ഓരോ പ്രാവശ്യം മാറ്റം വരുമ്പോഴും അത് സ്റ്റേറ്റ് അതിൻ്റെ മാറുമ്പോൾ അത് യൂസ് ഇഫക്റ്റ് കോൾ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കൗണ്ടർ എന്നുള്ളതിനകത്ത് ചേഞ്ച് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ടൈം ഒന്ന് മാറ്റി കൊടുക്കുന്നു, 3000 എന്നാക്കുള്ളൂ. ഇനി ഇത് 3 സെക്കൻഡിലായിരിക്കും ചേഞ്ച് ആകുന്നത്. കണ്ടല്ലോ, ഓരോ 3 സെക്കൻഡിലും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, റീറണ്ടർ ചെയ്യുന്നുണ്ട്. ഓരോ റീറണ്ടറിനും നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ചേഞ്ചിലും അത് യൂസ് ഇഫക്റ്റ് ഹുക്ക് കോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നമുക്കിവിടെ ഒരു ബട്ടൺ വയ്ക്കാം. ഈ കൗണ്ടർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ബട്ടൺ. ഈ കൗണ്ടർ ചേഞ്ച് ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് ഇൻലൈനായിട്ട് കോൾ ചെയ്യാം. ഇവിടെ ബട്ടണിന് ഞാൻ ടെക്സ്റ്റ് ചേഞ്ച് കൗണ്ടർ എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഓൺ ക്ലിക്ക് കൊടുക്കാം.
ഇവിടെ നമുക്ക് ഇൻലൈൻ തന്നെ എഴുതാം. കർലി ബ്രാക്കറ്റിനകത്ത് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇടാം. അതിനുശേഷം നമുക്ക് സെറ്റ് കൗണ്ടർ കോൾ ചെയ്യാം. അതിനകത്ത് കൗണ്ടർ +1 എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻലൈനായിട്ട് കൊടുത്തു. ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൾ ചെയ്യും. കണ്ടല്ലോ, കണ്ടോ, ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് കൗണ്ടർ കൂടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു യൂസ് ഇഫക്റ്റ് ഹുക്ക് ആഡ് ചെയ്യാം. ഇവിടെ അതിൽ നമ്മൾ ആ ഫംഗ്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ആരോ ഫംഗ്ഷൻ നമുക്ക് യൂസ് ഇഫക്റ്റ് ഹുക്കിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ console.log പറയുക. എന്നിട്ട് നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാം. ഇൻസൈഡ് യൂസ് ഇഫക്റ്റ് എന്ന് കൊടുക്കാം. കാരണം ഇത് ഓരോ പ്രാവശ്യം റീറെൻഡർ ചെയ്യുമ്പോഴും യൂസ് ഇഫക്റ്റ് കോൾ ചെയ്യപ്പെടും എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ ഒരു യൂസ് ഇഫക്റ്റ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പം ഞാനിവിടെ ഒരു യൂസ് ഇഫക്റ്റിന് കോമിട്ട് കൗണ്ടറും കൊടുക്കുന്നു. അപ്പോൾ ഓർക്കുക, ഇവിടെ നമ്മൾ സെറ്റ് കൗണ്ടറിനകത്ത് കൗണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ യൂസ് ഇഫക്റ്റ് ഹുക്ക് കോൾ ചെയ്യപ്പെടും. കാരണം എന്താ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് റീറെൻഡർ ചെയ്യുമ്പോൾ യൂസ് എഫക്റ്റ് കോൾ ചെയ്യും. അതറിയാൻ നമുക്കിവിടെ ബ്രൗസറിൽ ചെക്ക് ചെയ്യാം. നമ്മൾ കൺസോളോടെ ഒന്ന് എടുത്ത് വയ്ക്കുക. കൺസോൾ ഒന്ന് ക്ലിയർ ചെയ്യുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ആ ആക്ഷന് നമുക്ക് കൗണ്ടറിനെ ചേഞ്ച് ചെയ്യും. കൗണ്ടർ ഇതുമായിട്ട് യൂസ് എഫക്റ്റോട് കണക്ട് ചെയ്തില്ല, പക്ഷേ ഓരോ പ്രാവശ്യം റീറെൻഡർ ചെയ്യുമ്പോൾ യൂസ് എഫക്റ്റ് കോൾ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഈ കൺസോളിൽ ഇൻസൈഡ് യൂസ് എഫക്റ്റ് എന്നുള്ളത് 1 2 3 4 എന്നുള്ളത് വന്നത്. സോ ഈ ഒരു എക്സാമ്പിൾ വഴി യൂസ് എഫക്റ്റ് ഓരോ റെൻഡറിലും കോൾ ചെയ്യപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് ഡിപ്പെൻഡൻസി അറേയുടെ യൂസേജ് പഠിക്കാം. നമുക്ക് ഡിപ്പെൻഡൻസി അറേ ആഡ് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കൗണ്ടർ 1 എന്ന് പറഞ്ഞ വേറൊരു യൂസ് സ്റ്റേറ്റ് വേരിയബിളും അതിൻ്റെ അപ്ഡേറ്റർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ കൗണ്ടർ 1 സെറ്റ് കൗണ്ടർ 1 എന്ന് പറയുന്നു. അതും ഒരു യൂസ് സ്റ്റേറ്റ് ഹുക്കാണ്. അപ്പോൾ യൂസ് സ്റ്റേറ്റ് പറഞ്ഞ് അതിനെ 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇനി അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ബട്ടൺ കൊടുക്കുന്നു. അത് ഈ ബട്ടൺ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതിനകത്ത് അപ്ഡേറ്റർ മെത്തേഡിൻ്റെ പേരങ്ങ് മാറ്റിയാൽ മതി. അപ്പം നമുക്ക് ആ ബട്ടൺ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനകത്ത് ഇനി അപ്ഡേറ്റർ മെത്തേഡിൻ്റെ പേരും ഇവിടെ ഞാൻ ചേഞ്ച് കൗണ്ടർ 1 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ സെറ്റർ അപ്ഡേറ്റർ മെത്തേഡിൻ്റെ പേര് സെറ്റ് കൗണ്ടർ 1 എന്ന് അത് കൊടുക്കുന്നു. അതുപോലെ തന്നെ വേരിയബിളിൻ്റെ പേര് കൗണ്ടർ 1 എന്ന്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ 2 ബട്ടൺ റെഡിയായി, 2 യൂസ് സ്റ്റേറ്റ് വേരിയബിളും ഉണ്ട്. ഇവിടെ നമ്മൾ കൗണ്ടർ 1ഉം കൗണ്ടറും പ്രിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഒന്ന് ബ്രൗസറിൽ ചെക്ക് ചെയ്യും. ഇപ്പോൾ നമുക്കിവിടെ 2 ബട്ടൺ വന്നിട്ടുണ്ട്, 2 നമ്പറും പ്രിൻ്റ് ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ. നമുക്ക് രണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കത് ഇൻസ്പെക്റ്റ് എടുക്കാം. അതിനകത്ത് കൺസോളിൽ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കൺസോൾ ക്ലിയർ ചെയ്തിട്ട് ആദ്യത്തെ സെറ്റ് കൗണ്ടിൽ ചെക്ക് ചെയ്യുന്നു, അത് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് കൗണ്ടർ 1ലും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് വാല്യൂ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ക്രിയേറ്റ് കൗണ്ടർ 1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കണ്ടല്ലോ, ഇൻസൈഡ് യൂസ് ഇഫക്റ്റ് 1 എന്ന് പറഞ്ഞ് അത് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ക്ലിക്ക് ചെയ്താൽ കാണാം അത് അടുത്ത് യൂസ് ഇഫക്റ്റ് 2 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇനി സെറ്റ് കൗണ്ടർ 1ൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടുന്നത്. അത് വാല്യൂ ഇങ്ങനെ കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് console.log പറഞ്ഞ് വീണ്ടും ഒരു console.log താഴെ പറയാം. എന്നിട്ട് അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കൊടുക്കാം. ഈ 2 കൗണ്ടറുകളെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് പ്രിൻ്റ് ചെയ്യാം. കൗണ്ടറിനെയും കൗണ്ടർ 1നെയും നമുക്കതിനകത്ത് ബാക്ടിക്സ് ഉപയോഗിച്ചിട്ട് പ്രിൻ്റ് ചെയ്യാം. ഡോളർ അതിനകത്ത് കർലി ബ്രാക്കറ്റിൽ കൗണ്ടർ ഇതിനെ നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ് ലിറ്ററൽസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഡോളർ കൗണ്ടർ 1 ഇത് രണ്ടും നമുക്ക് കർലി ബ്രാക്കറ്റ് ഇട്ട് പ്രിൻ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഇവിടെ കൺസോൾ ഒന്ന് റിഫ്രഷ് ചെയ്യാം, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, നമുക്ക് ഇൻസൈഡ് യൂസ് ഇഫക്റ്റിനകത്ത് ഓരോ പ്രാവശ്യം ആദ്യത്തെ കൗണ്ടർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 0 1, അതിനുശേഷം ഇപ്പുറത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൗണ്ടും 2 ബട്ടണിലും കൗണ്ടർ 1ലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ചേഞ്ചസ് അവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത് ഡിപ്പെൻഡൻസി അറേയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻസി അറേ കൊടുക്കുമ്പോഴുള്ള വ്യത്യാസമാണ് നമ്മളിനി പഠിക്കുന്നത്. ഈ യൂസ് ഇഫക്റ്റിനകത്ത് ഡിപ്പെൻഡൻസി അറേ കൊടുത്തു കഴിഞ്ഞാൽ ആ ഏത് സ്റ്റേറ്റ് ആണോ അത് വാച്ച് ചെയ്യാൻ പറയുന്നത് അത് മാത്രം ഉള്ള ചേഞ്ചിലേ ഇനി യൂസ് ഇഫക്റ്റ് ഹുക്ക് ഈ പറഞ്ഞ യൂസ് ഇഫക്റ്റ് കോൾ ചെയ്യപ്പെടത്തുള്ളൂ. അപ്പം ഇപ്പം ഞാനിവിടെ കൗണ്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി
ഇവിടെ നമുക്ക് കൗണ്ടറും കൊടുക്കാം, കൗണ്ടർ വണ്ണും കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഡിപ്പെൻഡൻസി അറേ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ആ ഒരു സ്റ്റേറ്റ്, അതിൻ്റെ മാത്രം സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴേ ഇനി യൂസ് ഇഫക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടല്ലോ, 2 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും യൂസ് ഇഫക്റ്റ് ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു വ്യത്യാസം വരുത്താം. ഇവിടെ നമുക്ക് ഈ ഡിപ്പെൻഡൻസി അറിയുന്ന ഒരെണ്ണം ഒഴിവാക്കാം. ഇവിടെ ഞാനിവിടെ കൗണ്ടർ മാത്രം കൊടുക്കുന്നു, കൗണ്ടർ വണ്ണിനെ ഒഴിവാക്കി. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം, കൺസോൾ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ബട്ടണെ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ കണ്ടില്ല, കൗണ്ടർ എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം കൗണ്ടർ വണ്ണെ ക്ലിക്ക് ചെയ്ത് അത് പ്രിൻറ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസി അറേയിൽ കൗണ്ടർ മാത്രമേ ഉള്ളൂ. കൗണ്ടർ വണ്ണിനെ അവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ മാത്രമേ, അതിൻ്റെ ചേഞ്ച് മാത്രമേ അത് ഒബ്സർവ് ചെയ്യത്തുള്ളൂ. ഡിപ്പെൻഡൻസി അറേയിലുള്ള കൗണ്ടർ മാത്രം മാറിയാൽ മാത്രമേ ഇനി യൂസ് സ്റ്റേറ്റ് കോൾ ചെയ്യപ്പെടുകയുള്ളൂ. അതാണ് ഡിപ്പെൻഡൻസി അറേയുടെ പ്രത്യേകത. ഇനി ഡിപ്പെൻഡൻസി അറേ നമുക്ക് എം ടി ആയിട്ട് കൊടുക്കാം. അങ്ങനെ എം ടി ആയിട്ട് കൊടുത്താൽ ഒരു പ്രാവശ്യം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, പിന്നീട് വർക്ക് ചെയ്യില്ല. നമുക്ക് അത് ഇങ്ങനെ എം ടി ആയിട്ട് കൊടുത്ത് ചെക്ക് ചെയ്യാം. ഇനി ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഇനി നമുക്കൊന്ന് നോക്കാം. കണ്ടല്ലോ, ഇപ്പം ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ആദ്യ പ്രാവശ്യം ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ അത് പ്രിൻറ്റ് ചെയ്യുന്നുള്ളൂ, പിന്നീട് അത് വരില്ല. ഡിപ്പെൻഡൻസി അറേ എം ടി ആണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ഇഫക്റ്റ് കോൾ ചെയ്യപ്പെടുകയുള്ളൂ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്പെൻഡൻസി അറേ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചേഞ്ചിനും യൂസ് ഇഫക്റ്റ് കോൾ ചെയ്യപ്പെടും, ഓരോ റീറെൻഡറിനും യൂസ് ഇഫക്റ്റ് കോൾ ചെയ്യപ്പെടും. ഇനി നമുക്ക് യൂസ് ഇഫക്റ്റ് വെച്ചിട്ട് ഫെച്ച് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്ത് ഒരു API നിന്ന് ഡാറ്റ എടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വലിയ പ്രോജക്റ്റിലും നമുക്ക് റിയൽ പ്രോജക്റ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു ഫെച്ചിനകത്ത് ഒരു API ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ദെൻ എന്ന് പറയാം, ഡോട്ട് ദെൻ പറഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് റെസ്പോൺസ് എടുക്കാം. അതിനുശേഷം അതിനകത്ത് വരുന്ന റെസ്പോൺസ് API ഏതാണ്, JSON ആണെങ്കിൽ JSON പാഴ്സ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫെച്ച് ഉപയോഗിക്കേണ്ടത്. യൂസ് ഇഫക്റ്റിനകത്താണ് നമ്മൾ ഫെച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഫെച്ച് എങ്ങനെയാണ് യൂസ് ഇഫക്റ്റിൽ ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാം. ഫെച്ച് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു API ന്ന് നമുക്ക് ഡാറ്റ എടുക്കുന്നതും അത് റെൻഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ യൂസ് സ്റ്റേറ്റിനകത്താണ് നമ്മൾ ഫെച്ചെന്ന് പറയേണ്ടത്. ഫെച്ചിനകത്ത് നമ്മളൊരു API URL കൊടുക്കണം. ഇവിടെ നമുക്ക് അതിനായിട്ടുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള API URL ഉണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഫെച്ച് ചെയ്യാനുള്ളൊരു API URL ആയി കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ടു ഡു എന്ന് പറഞ്ഞിട്ടുണ്ട്. ടു ഡു കൊടുത്തിട്ട് ഒരു ഐഡിയ കൊടുക്കുന്നെങ്കിൽ നമുക്കിവിടെ ആ ടു ഡുവിൻ്റെ ലിസ്റ്റിനകത്തുനിന്ന് ആ പർട്ടിക്കുലർ റെക്കോർഡ് മാത്രം കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് API ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ നമ്മളുടെ യൂസ് ഇഫക്റ്റ് വഴി നമുക്ക് ഫെച്ച് യൂസ് ഇഫക്റ്റ് ഫെച്ചും വെച്ച് നമുക്ക് ഡാറ്റ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു URL ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. API പഠിക്കാനുള്ളതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു URL ആണ്. സോ ഈ URL നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് നമുക്കിനി ഇപ്പം നമ്മൾ ഈ URL ആദ്യം കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് കോട്ട്സിനകത്ത് അതിനകത്തോട്ട് ഈ URL പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഡോട്ട് ദെൻ എന്ന് പറയുക. ഈ API URL ആണ് നമ്മൾ ഫെച്ചിനകത്തോട്ട് പേസ്റ്റ് ചെയ്ത് അതിനുശേഷം ദെൻ പറയുക. ദെൻ അതിനകത്ത് നമുക്ക് റെസ്പോൺസ് എന്ന് പറയുക. റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുക. റെസ്പോൺസ് നമുക്കിത് ചെക്ക് ചെയ്യാൻ റെസ്പോൺസ് നമ്പറുണ്ട്. 200 ഓക്കെ ആണെങ്കിൽ 200 എന്നായിരിക്കും. നമ്മൾ റെസ്പോൺസ് നമുക്ക് കിട്ടുന്ന റെസ്പോൺസിനെ നമ്മൾ പാഴ്സ് ചെയ്യുന്നത് JSON സ്ട്രിങ് ആണ്. അതുകൊണ്ട് ഡോട്ട് JSON എന്ന് പറയുക. ദെൻ ഇവിടെ നിന്ന് നമുക്ക് റിസൾട്ട് എടുക്കാം. ഇവിടെ റിസൾട്ട് ഇവിടെ നമ്മൾ ആരോ ഫംഗ്ഷനാണ് പറയുന്നത്. ആരോ നമുക്കിവിടെ സെറ്റ്, ഇവിടെ നമുക്കൊരു യൂസ് സ്റ്റേറ്റ് മെത്തേഡ് നമുക്കിപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നതിനെ നമുക്കൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഡാറ്റ സെറ്റ് ഡാറ്റ എന്നുള്ളതാക്കാം. ഇത് നമുക്ക് ഡാറ്റ എന്നാക്കാം. കൗണ്ടർ മാറ്റിയിട്ട് ഇവിടെ സെറ്റ് കൗണ്ടർ എന്നുള്ളത് സെറ്റ് ഡാറ്റ എന്നാക്കാം. നമുക്ക് ഈ ഡാറ്റയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസൾട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്കിവിടെ റിസൾട്ട് ഈക്വൽസ് സെറ്റർ അപ്ഡേറ്റർ മെത്തേഡ് കോൾ ചെയ്യാം. ഇവിടെ സെറ്റ് ഡാറ്റ എന്ന് പറയാം. അതിനകത്ത് റിസൾട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ ഡാറ്റയ്ക്കകത്ത് ഈ ഫെച്ച് ചെയ്തിട്ടുണ്ട് റിസൾട്ട്. നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ റിസൾട്ട് ഒരു JSON ഒബ്ജക്റ്റാണ്. നമ്മൾ ഈ സെറ്റ് സ്റ്റേറ്റ് എന്നുള്ളതിനകത്ത് കാണാമല്ലോ നിങ്ങൾക്ക് യൂസർ ID ടൈറ്റിൽ എന്നാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ആ യൂസർ ഒബ്ജക്റ്റ് സെറ്റ് ഡാറ്റയ്ക്കകത്ത് ക്രിയേറ്റ് ചെയ്യണം.
അപ്പോൾ അതേപോലെ കീ തന്നെ വെച്ചിട്ട് വേണം നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഇവിടെ ഐ ഡി, യൂസർ ഐ ഡി ഇവയൊക്കെ ഇവിടെ ഞാൻ യൂസർ ഐ ഡി 0 എന്ന് പറഞ്ഞു. ഇവിടെ ഐ ഡി 0. അടുത്ത ഫീൽഡ് ടൈറ്റിലാണ്. അതിനെ നമുക്ക് ഒരു എം ടി ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. ടൈറ്റിൽ കോളൻ എം ടി കൊടുക്കുക. അതിനുശേഷം അടുത്തത് ബൂളിയൻ വാല്യൂ ആണ്, കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. അവിടെ നമുക്ക് കോളം കൊടുത്തിട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് കൊടുക്കാം. റിസൾട്ട് കിട്ടുന്ന ഒബ്ജക്റ്റാണ്. അതുകൊണ്ട് നമ്മളുടെ യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡാറ്റ പ്രിൻ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് നമുക്കിവിടെ ഡാറ്റ ഡോട്ട് ഐ ഡി എന്ന് കൊടുക്കാം. നമുക്ക് ഐ ഡി ഒന്ന് ഗെറ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് നമുക്കിവിടെ കർലി ബ്രാക്കറ്റിൽ ഡാറ്റ ഡോട്ട് ഐ ഡി, ഡാറ്റ ഡോട്ട് ടൈറ്റിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം അത് ബ്രൗസറിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണത് റെൻഡർ ചെയ്ത് എടുക്കേണ്ടത്. അപ്പം ഈ രീതിയിൽ ഒബ്ജക്റ്റിൽ നമുക്ക് ഇങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. നമുക്ക് അറിയാം, നമുക്ക് ടു ഡു എന്ന് പറഞ്ഞത് ഒരെണ്ണമാണ് ഇപ്പോൾ കിട്ടിയത്. നമുക്ക് ആ ഐ ഡി മാറ്റിക്കഴിഞ്ഞാൽ ടു ഡുവിൻ്റെ വലിയൊരു ലിസ്റ്റ് തന്നെ കിട്ടും. ഇത് ഒബ്ജക്റ്റ് അറേയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സെറ്റ് ഡാറ്റയ്ക്കകത്ത് സെറ്റ് ചെയ്യേണ്ടത് നമ്മളൊരു ഒബ്ജക്റ്റ് അറേ ആക്കണം. അതിനായിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഈ ഒബ്ജക്റ്റിനെ സറൗണ്ട് ചെയ്യുന്ന രീതിയിൽ ഇടുക. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഒബ്ജക്റ്റ് അറേ നമുക്ക് സ്വീകരിക്കാൻ പറ്റും ഡാറ്റയിലോട്ട്. ഇനി നമുക്ക് അതിനെ ഒരു ലൂപ്പ് വഴി നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഒരു ടേബിൾ വയ്ക്കാം. നമുക്കതിനൊരു ബോർഡറൊക്കെ കൊടുക്കാം. ഇവിടെ ബോർഡർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്കൊരു TR വയ്ക്കാം ഹെഡിങ്ങിന്. അതിനകത്ത് TDകൾ വെച്ചിട്ട് ഹെഡിങ്ങുകൾ പറയാം. ഇവിടെ TDക്കകത്ത് ഐ ഡി, അടുത്തൊരു TD ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് യൂസർ ഐ ഡി പറയാം. അടുത്തൊരു TDക്കകത്ത് നമുക്ക് ടൈറ്റിൽ പറയാം. അടുത്തൊരു TDക്കകത്ത് നമുക്ക് കംപ്ലീറ്റഡ് എന്ന് പറയാം. അത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. ഇപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് അറിയണം. അപ്പോൾ അതിനെ ഐറ്ററേറ്റ് ചെയ്യാൻ നമ്മൾ ഡാറ്റ ഡോട്ട് മാപ്പ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ മാപ്പ് ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓരോ ഐറ്റവും നമുക്ക് ഈ ഐറ്റം എന്ന് പറഞ്ഞ് കിട്ടും ഇവിടെ. അതിനുശേഷം നമുക്ക് നമുക്ക് ബ്രാക്കറ്റിനകത്ത് ഐറ്റം കൊടുക്കുക. ഇനി നമുക്ക് ആരോ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഇവിടെ നമുക്ക് ഇതിനകത്ത് ഓരോ എലിമെൻറ്റും നമുക്ക് കിട്ടും. ഐറ്റം ഡോട്ട് ഇട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം. ഒന്നിലധികം എലിമെൻറ്റ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഫ്രാഗ്മെൻറ്റ് ആഡ് ചെയ്യണം. അതിനകത്താണ് നമ്മളിത് പ്രിൻ്റ് ചെയ്യേണ്ടത്. നമുക്കിവിടെ TR കൊടുക്കുക, ടേബിൾ റോ. അതിനകത്ത് TDക്കകത്ത് വേണം നമുക്കിവിടെ ഒരു TR ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് നമുക്ക് TDക്കകത്ത് ആദ്യത്തെ ഐറ്റം കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് ആദ്യത്തെ ഐറ്റം ഡോട്ട് ഐ ഡി പ്രിൻ്റ് ചെയ്യാം. കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അടുത്തത് കോപ്പി പേസ്റ്റ് ചെയ്യുക. നമുക്ക് TD/TD എന്നുള്ളത് കോപ്പി ചെയ്യുക, താഴോട്ട് പേസ്റ്റ് ചെയ്യാം. നമുക്ക് 4 എലിമെൻ്റ് ഉണ്ട്. അപ്പം 4 എണ്ണം കൊടുക്കാം. നമുക്കിനി ഐറ്റം ഡോട്ട് ഓരോന്നും മാറ്റാം. അടുത്തത് യൂസർ ഐ ഡി ആണ്. നമുക്കത് കീയിൽ നിന്ന് തന്നെ അത് എടുക്കുക. ഐറ്റത്തിൻ്റെ കീ കറക്റ്റായിട്ട് കൊടുക്കണം, തെറ്റരുത്. അടുത്ത ഐറ്റത്തിൻ്റെ കീ ടൈറ്റിലാണ്. അതും ഇതോട്ട് കോപ്പി ചെയ്ത് കൃത്യമായിട്ട് തെറ്റാതെ കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്കധികം തെറ്റ് വരില്ല. സോ അടുത്ത കംപ്ലീറ്റഡാണ്. അത് ഡാറ്റ ഐറ്റം ഡോട്ട് കംപ്ലീറ്റഡ് എന്നുള്ളത് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് റോ എല്ലാം കംപ്ലീറ്റായി. നമ്മുടെ ഒരു ടേബിൾ ഫോർമാറ്റിലോട്ട് ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റി. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബ്രൗസറിനകത്ത് അത് ഭംഗിയായിട്ടൊരു ടേബിളിനകത്ത് റിസൾട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഒരു JSON ഒരു ഒബ്ജക്റ്റ് അറേ വന്ന് നമ്മളത് ഐറ്ററേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ടേബിളിലോ ലിസ്റ്റായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസ് ഇഫക്റ്റിൻ്റെ മറ്റൊരു യൂസേജും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.